أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഭൂമികൾ വലുതായി വരുന്നത് അവർ കാണുന്നില്ലേ? ഇനി അവർക്ക് ഇസ്ലാമിനെ അതിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതിനൊന്നും സാധിക്കുകയില്ല. ഇസ്ലാം തന്നെയായിരിക്കും അവസാനം ലോകത്ത് അതിജയിക്കുന്ന മതമുണ്ടാവുക. ഇതാണ് കഴിഞ്ഞ ആയത്തിൻ്റെ ചുരുക്കം. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നമാ أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. قل إنما أنذركم بالوحي قل إنما أنذركم بالوحي قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. അത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഖുൽ ഇന്നമ, ഖുൽ ഖുൽ എന്ന് പറയരുത്. ഖുൽ ഇന്നമ, അവിടെ ഇന്ന എന്നുള്ളവിടെ കുറച്ച് മണിച്ചോദനം. ഇന്നമ മാ നിന്നിട്ടാണ് അവിടെ. കാരണം ഉന്തിർക്കുന്നുള്ള മദ്ദ ഹംസന് ശേഷം വരുന്നു. അപ്പോൾ ഖുൽ ഇന്നമ ഉൻദിറുക്കും ബിൽ വഹി, ഉൻദിറുക്കും ഉൻദിറുക്കും ബിൽ വഹി, ഉൻദിറുക്കും ബിൽ വഹി എന്നല്ല, ഉൻദിറുക്കും ബിൽ, ഉൻദിറുക്കും ബിൽ വഹി. നിർത്താണെങ്കിൽ ബിൽ വഹി, വഹി എന്ന് പറഞ്ഞ നിർത്തുണ്ട്. നിർത്താതെ ഇതാണെങ്കിൽ ബിൽ വഹി വലാ യസ്മഉ സുമ്മു ദുആ. അവിടെ മീമ് കുറച്ച് മണിച്ചിട്ടാണ് എന്നുണ്ട്. വലാ യസ്മഉ സുമ്മ, സ്വാദാണ്, സീനല്ല, സുമ്മല്ല. സുമ്മും വ്യത്യാസമുണ്ട്. സുമ്മ് എന്ന് പറഞ്ഞാൽ വിഷം എന്നർത്ഥം, സുമ്മ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവെന്നർത്ഥം. രണ്ട് വ്യത്യാസമുണ്ട്. സീന് സ്വാദായാൽ അർത്ഥം വളരെയധികം വ്യത്യാസം വരും. വലാ യസ്മഉ സുമ്മു ദുആ, ദുആ എന്നുള്ള നീട്ടാണ്ട് അവിടെ 6 ഖദറോടെ നീട്ടണം. പിന്നെ ഇദാ മാ യുൻദറൂൻ, അവിടെ ഇദാ നീട്ടാൻ പാടില്ല, മാ അധികം നീട്ടാൻ പാടില്ല. യുൻദറൂൻ അവിടെ വഖഫിന്റെ
സ്ഥലത്ത് മദ് അനുവദനീയമാണ്, നിറഞ്ഞിട്ടാൽ. പിന്നെ വല ഇൻ മസ്സത്തുഹും, വല ഇൻ മസ്സത്തുഹും ഓതാൻ പാടില്ല. അവിടെ നൂനെ മീമിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന, അതായത് നൂനിനെ മീമിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ടാണ് ഓതട്ട്. വല ഇൻ മസ്സത്തുഹും നഫ്ഹത്തും മിൻ അദാബി റബ്ബിക്, അവിടെയും ഇതേപോലെ തന്നെയാണ്. അതായത് ആ തൻവീനിന് മീമിലേക്ക് എന്ത് ചെയ്യണം? ചേർക്കണം. നഫ്ഹത്തുൻ എന്ന് ഓതാൻ പാടില്ല. നഫ്ഹത്തും നഫ്ഹത്തും മിൻ അദാബ്, നൂനിനെ വെളിവാക്കണം. മിൻ അദാബ് എന്നല്ല, മിൻ അദാബി റബ്ബിക, മിൻ അദാബി റബ്ബിക ലയഖൂലുന്ന അവിടെ നൂനെ മണിക്കണം. ലയഖൂലുന്ന യാ വൈലനാ, യാന്ന് അധികം നീട്ടേണ്ട, രണ്ടക്ഷരം നീട്ടിയാൽ മതി. യാ വൈലനാ അവിടെ നാ എന്നുള്ളത് നീട്ടണം, 5 6 അതിൽ നീട്ടണം. അപ്പോൾ ലയഖൂലുന്ന എന്നുള്ള കുറച്ച് മണിച്ചിട്ട് ഓതണം. ലയഖൂലുന്ന യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ, അവിടെ ളാലിമീൻ എന്നുള്ളിടത്തും കുറച്ച് നീട്ടിയിട്ടാണ് ഓതേണ്ടത്. അപ്പൊ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. ഖുൽ എന്ന് പറഞ്ഞാൽ എന്താ? നബിയെ താങ്കൾ പറയുക. അപ്പൊ നമുക്കറിയാം ഈ ആയത്തിലുള്ള അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലുള്ള എല്ലാ ആയത്തുകളും ആര് പറയേണ്ടത് തന്നെയാണ്? പറയണ്ടല്ലേ? പറയണ്ടാത്തല്ലോ ഒക്കെ പറയണ്ടല്ലേ? പക്ഷെ ചില കാര്യങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് ഖുൽ എന്നുള്ള ഖുർആനിൽ കാണാം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഇതൊക്കെ പ്രത്യേകമായിക്കൊണ്ട് പറയുന്നത് കാണാം. അവിടെ പ്രത്യേകമായിക്കൊണ്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണ്? അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നിങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യം, വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് ഖുൽ എന്ന് പറയുന്നത്. ഇപ്പൊ ചേകനൂരികൾക്കൊരു വാദമുണ്ട്, ഒരു ഖുർആൻ ഓതുമ്പോൾ കൊല്ലോതില്ല. കറക്കുൽ എന്ന് പറഞ്ഞാൽ അള്ള നബിനോട് പറഞ്ഞു. നമ്മളെന്താ നബിനോട് പറഞ്ഞ? കുൽ ഹുല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ള നബിനോട് പറഞ്ഞല്ലേ, നബി നിങ്ങൾ എന്ത് ചെയ്യാ പറയാം. നമ്മൾ നബിനോട് പറയാം കുൽ, നബി നിങ്ങൾ പറയുന്നു. അപ്പൊ അതെന്താ ശരിയല്ല. അതുകൊണ്ട് ഓലെന്ത് ചെയ്യില്ല, കൊല്ലോതില്ല. ഓർക്ക് അല്ലെങ്കിൽ തന്നെ ഖുർആനിൽ വിശ്വാസമില്ലല്ലോ. പെൺപോട്ടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? കൊല്ലോതണോ? വേണം. കാരണം എന്താ? ബാക്കിയല്ല, വേറെ ചില ആയത്തിലൊന്നും കൊല്ലില്ല. ബാക്കിയുള്ള ഇഖ്റ ബിസ്മി റബ്ബിക്കൽ അവിടെ കൊല്ലുണ്ടോ? ഒന്നാമത്തെ ഇറങ്ങിയ ആയത്തിൽ ഇല്ലല്ലോ. അപ്പൊ ചില ആയത്തിൽ കൊല്ലുണ്ട്, ചില ആയത്തിൽ കൊല്ലില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഈ കൊല്ലുള്ള ആയത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ആ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിൽ പറയുന്ന വിഷയം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, സൂറത്തുൽ ജിന്നിൽ കാണാം. നബി നിങ്ങൾ പറയണം, ഞാൻ അല്ലാഹനെ മാത്രമേ വിളിച്ചാരാധിക്കുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും അത് ഓതണം. അതാണ് ഒന്നാമത്തെ പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം ഇന്നമാ എന്നാണ്. നബി നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും അർത്ഥം. സാധാരണ ഇന്ന എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അർത്ഥം. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. മദർ ഒന്നും അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ അർത്ഥം. അപ്പോ സാധാരണ നമുക്കറിയാം ഇന്ന എന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇന്ന നാസിഖ് എന്നാണ് സാധാരണ പറയുന്നത്. ഇന്നക്കൊരു അമലുണ്ട്. ഇന്ന റജുല എന്നൊക്കെയാണ് പറയുക. ഇന്ന റജുല ജമീലുൻ, അല്ലെങ്കിൽ ഇന്നൽ കിതാബ് ജമീലുൻ. അവിടെ ഇന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ ശേഷം വരുന്ന ഇസ്മിന് നാമത്തിന് എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം എന്നാണ് അറബി ഭാഷയുടെ നിയമം. പക്ഷെ ഇന്നമ എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ തീർച്ചയായും അല്ല. എന്താണ്? മാത്രം എന്നർത്ഥം. എന്താർത്ഥം?
മാത്രം. ഹസർ എന്ന് പറയാം അറബിയിൽ. അതായത് ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അർത്ഥത്തിലല്ല, തീർച്ചയായും അർത്ഥത്തിലല്ല, പിന്നെന്താ പറയാ, മാത്രം. അപ്പൊ ഇന്നമ എന്ന് പറയും, ഇനി പറയുന്ന കാര്യം ക്ലിപ്തമാണ്. ഇന്നമ നിശ്ചയമായും, അല്ലെങ്കിൽ തീർച്ചയായും, അല്ലെങ്കിൽ ഇത് മാത്രമാണ്. എന്താണ്? ഉൻദിറുക്കും. അന്തർ എന്ന് പറഞ്ഞാ നദീർ എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് തരിക. അപ്പൊ ഉൻദിറുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് മാത്രമാണ്. എങ്ങനെ മാത്രമാണ്? ബിൽ വഹി, വഹി കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അല്ലാഹു കൊല്ലിട്ട് പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിയായിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതിൽ ഒരുപാട് ആളുകൾ തെറ്റിപ്പോയ വിഷയമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിയായിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? വഹി. അതാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹ. അവിടെ ഹസറുണ്ട്. ഇൻ ഹുവ ഇല്ലാ വഹിയുഹ, വഹിയില്ലാതെ മറ്റൊന്നുമല്ല. ഇന്നമ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ദീനിന്റെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അതിന് എനിക്കെന്തുണ്ടാവും? വഹി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും. എന്താ വെച്ചാല്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ആളുകൾ എന്തെങ്കിലും സംശയം ചോദിക്കും. അപ്പൊ ഒക്കെ ജിബ്രീൽ ഇങ്ങനെ വഹി കൊണ്ട്, ചിലപ്പോൾ ഒരാൾ സംശയം ചോദിക്കും, അപ്പൊ അയാൾ പോയി, പിന്നെ അടുത്ത ആൾ സംശയം ചോദിക്കും. അപ്പൊ നബി എന്ത് പറയുകയാണെങ്കിലും അതെല്ലാത്തിനും വഹി വരണം. അപ്പൊ ജിബ്രീലിൽ നിന്ന് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലെന്ന് വികാരം പണി എന്ന് ചിന്തിക്കാൻ പാടില്ല. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതി എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, പിന്നെ ഒന്ന് ഖുർആന്റെ വഹിയുണ്ട് നബിക്ക്. ഖുർആൻ മുഴുവൻ എന്താണ്? വഹിയാണല്ലോ. സംശയം ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഹദീസും വഹിയാണ്. ഹദീസും തന്നെയാണ്, വഹിയാണ്. അപ്പൊ ഈ ഇന്നമ ഉന്തിറുക്കുന്ന ഹദീസിലും ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് താക്കീതുകളൊക്കെ അല്ലേ, അതൊക്കെ വഹിയാണ്. ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. പക്ഷേ ആ രണ്ട് വഹിയും ഒരുപോലെയാണോ? അല്ല. ഖുർആൻ അള്ളാഹുവിന്റെ വഹിയാണ്, ഹദീസും അള്ളാഹുവിന്റെ വഹിയാണ്. പക്ഷേ ആ രണ്ട് വഹിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല. അതേതാ ഞാൻ പറയാം. ഇപ്പൊ നോക്കിക്കോ, നമുക്കറിയാം വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന്റെ വഹി കിട്ടിയത് മുസ്ഹഫിലുണ്ടല്ലോ. മുസ്ഹഫിലൊക്കെ എന്താണ്? ഖുർആന്റെ വഹിയാണ് അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ വത്തഖൂ യൗമൻ സൂറത്ത് ബഖറന്റെ ആയത്തിൽ അതുവരെയുള്ള ഈ 23 കൊല്ലത്തിനിടക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ഖുർആന്റെ വഹിയാണെന്ന് മുസ്ഹഫിലുള്ളത്. ആ ഖുർആന്റെ വഹീനെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയും? അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയും. എന്താ പറയാ? അള്ളാഹിന്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ സംസാരിച്ചത് അതേ വാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുന്നു. ജിബ്രീൽ അത് റസൂലുള്ളാഹിക്ക് കൊണ്ടു കൊടുക്കുന്നു. ഒരു ഹർഫിലോ വള്ളിയിലോ പുള്ളിയിലോ ഒരു വ്യത്യാസവും ഇല്ല. ശരി. ഇപ്പൊ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ജിബ്രീൽ ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതാരും ഓതി കൊടുത്ത? അള്ളാഹു ജിബ്രീലിന് ഓതി കൊടുത്ത് ജിബ്രീൽ റസൂലുള്ളാഹിക്ക് അതേപോലെ ഓതി കൊടുത്ത. അപ്പൊ ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയാൻ പാടില്ല? അള്ളാഹിന്റെ കലാം എന്ന് പറയാൻ പാടില്ല. ഹദീസും വഹി തന്നെയാണ്, പക്ഷെ അള്ളാഹിന്റെ കലാമാണ് ഹദീസിനെ സംബന്ധിച്ച് പറയാൻ പറ്റൂല. ഒരു വ്യത്യാസം. രണ്ടാമത് നമുക്കറിയാം ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഖുർആന്റെ സൂക്തങ്ങളെ സംബന്ധിച്ച് എന്താ പറയാ? ഖുർആനിൽ എന്തെന്നാ പറയാ? ഖുർആന്റെ ആയത്തെന്നല്ല പറയാ. ഖുർആന്റെ ആയത്തെന്നല്ല പറയാ. ആയത്തെന്ന് പറഞ്ഞാൽ എന്താ? ദൃഷ്ടാന്തം. ഖുർആനിലെ ഓരോ ആയത്തും ഒരു ദൃഷ്ടാന്താണ്. എന്തൊരു ദൃഷ്ടാന്തം? നബിയാണെന്നും ഇത് നബുവത്തിന്റെയും തെളിവാണെന്ത് ഖുർആന്റെ ഓരോ ആയത്തും. അപ്പൊ ഖുർആൻ മുഴുവനും മുഅ്ജിസത്താണ്, പക്ഷെ ഹദീസിൽ മുഴുവനും മുഅ്ജിസത്തല്ല. ചില മുഅ്ജിസത്തുകൾ ഹദീസിലുണ്ട്, പക്ഷെ മുഴുവനും എന്തല്ല? മുഅ്ജിസത്ത് അല്ല. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, ഖുർആൻ നമസ്കാരത്തിൽ ഓതൽ നിർബന്ധമാണ്. ഖുർആൻ ഓതാൻ നമസ്കാരം ഉണ്ടോ? ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവൻ എന്തില്ല? നമസ്കാരമില്ല.
പക്ഷെ ഫാത്തിഹ അറിയാത്ത ഒരാള് ഒരു ഹദീസ് പഠിച്ചിട്ട് ഹദീസ് നിസ്കാരത്തിൽ ഓതാൻ പറ്റുമോ? ഇല്ല. ഹദീസ് നിസ്കാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓതാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ ഇപ്പൊ 3 വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അതിന് തഹദ്ദി ഉണ്ട്. തഹദ്ദി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഉണ്ട്. ഏത് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പോലത്തെ ഒരു അധ്യായം കൊണ്ടുവരാൻ അള്ളാഹ് വെല്ലുവിളിച്ചിട്ടുണ്ട്. 10 സൂറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു ഖുർആൻ മൊത്തത്തിൽ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരായത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചില്ല കേട്ടോ. നിങ്ങൾ ഒരായത്തെങ്കിലും കൊണ്ടുവരും. നമ്മൾ ആവശ്യം വിളിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? വെല്ലുവിളിക്കണ്ട. ഒരായത്തെങ്കിലും ഒരായത്ത് കൊണ്ടുവരാൻ അള്ളാഹ് വെല്ലുവിളിച്ചില്ല. ഒരു സൂറത്ത് കൊണ്ടുവരാൻ വിളിച്ച്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുള്ളത്? 3 ആയത്ത്. 3 ആയത്തിൽ എത്ര സൂറത്തുണ്ട് ഖുർആനില്? 3 ഉണ്ട്. 3 ആയത്തുള്ള 3 സൂറത്ത് ഖുർആനിലുണ്ട്. അപ്പൊ ഒരു സൂറത്ത് കൊണ്ടുവരാൻ വിളിച്ചത്. അപ്പൊ ആ ഖുർആനൊരു വെല്ലുവിളി ഉണ്ട്. പക്ഷെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ ഹദീസ് പോലത്തെ ഒരു ഹദീസ് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരൂ എന്ന് നബി ചെയ്തിട്ടില്ല, വെല്ലുവിളിച്ചിട്ടില്ല. അത് വഹി തന്നെയാണ്. പക്ഷെ ഖുർആനിന് എന്തുള്ളൂ? വെല്ലുവിളിയുടെ തഹദ്ദി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് ഖുർആൻ, വെല്ലുവിളിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഖുർആനും ഹദീസും തമ്മിലുണ്ട്. പക്ഷെ രണ്ടും വഹിയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല. ഏത് കാര്യത്തിൽ വെച്ചാൽ ഖുർആൻ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ എങ്ങനെ സ്വീകരിക്കേണ്ടേ? എങ്ങനെ സ്വീകരിക്കുക? ഖുർആന്റെ ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാണോ സ്വീകരിക്കുക അതേപോലെ തന്നെയാണ് സ്വീകരിക്കേണ്ടതാണ് എവിടെ പറഞ്ഞാലും ഹദീസിൽ പറഞ്ഞാൽ. അതിൽ വ്യത്യാസമില്ല. പറഞ്ഞ മനസ്സിലാണ്ടല്ലോ. ഖുർആൻ ഇപ്പോ അള്ളാഹ് കള്ള് ഹറാമാക്കി. ഹദീസിലാണ് പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ പാടില്ല എന്ന് പറഞ്ഞത്. പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, അത് ഹദീസിലാണ്. അപ്പൊ നമ്മൾ അത് ഹദീസിലെ ഹറാം എന്ന് പറഞ്ഞാൽ അത് 2ാം സ്ഥാനം, ഖുർആനിലെ ഹറാം എന്ന് പറഞ്ഞാൽ അത് 1ാം സ്ഥാനം. അങ്ങനെ സ്ഥാനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നമാ ഹറമ റസൂലുള്ളാഹി മിസ്ല മാ ഹറമ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയത് നിങ്ങൾക്ക് അല്ലാഹ് ഹറാമാക്കിയത് പോലെ തന്നെയാണ്. എന്നാൽ ഒരു വ്യത്യാസവും ഇല്ല. അല്ലാഹ് ഹറാമാക്കിയതും റസൂൽ ഹറാമാക്കിയതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതേ സമയത്ത് ഖുർആനിനും ഹദീസിനും വന്ന വഹയിന്റെ ദറജയിൽ വ്യത്യാസമുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഹദീസ് അള്ളാഹിന്റെ കലാമല്ല. ഖുർആൻ നിസ്കാരത്തിൽ ഓതാൻ പറ്റും. അപ്പൊ ഇവിടെ പറഞ്ഞത് വെച്ചാൽ ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിയായിക്കൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? വഹിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിന്റെ ഞാൻ സംശയം ചോദിക്കാൻ വെച്ചാൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിക്കുന്ന സംശയം എന്താ വെച്ചാൽ ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഒരാളിൽ നിന്ന് സംശയം ചോദിച്ചു. അപ്പൊ നബി ഉത്തരം പറഞ്ഞു ദീനിയായ കാര്യം ചോദിക്കാൻ. ഇനി വേറെ ആളൊന്ന് സംശയം ചോദിച്ചു, അയാൾക്ക് നബി ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ ഓരോ പ്രവാചകന്റെ ദീനിയായ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ടോ അത് വരേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ ഇല്ലാത്തൊരു വിഷയമാണെങ്കിലോ? ഖുർആനിൽ ഇല്ലാത്ത വിഷയമാണെങ്കിലോ? ആവശ്യമുണ്ട്. അല്ല, ഞാൻ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നബി മരിക്കുന്നതിന് മുമ്പ്. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുജ്തഹിദാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യം മനസ്സിലാക്കി ഗവേഷണം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് ആര്? നബി. നബിനേക്കാൾ വലിയ മുജ്തഹിദ് ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം വരുമ്പോൾ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നബി എന്ത് ചെയ്യും? ഇജ്തിഹാദ് ചെയ്യും. ഇജ്തിഹാദ് ചെയ്യാറുണ്ടാ? ഗവേഷണം നടത്തും. അപ്പൊ ആ ഗവേഷണം നടത്തിയിട്ട് നബി ഒരു കാര്യം പറയും. യഥാർത്ഥത്തിൽ അതും വഹി തന്നെയാണ്. ഏത്? മുമ്പ് വന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ നബി എന്ത് ചെയ്താണ്? നബിന്റെ ഒരു അഭിപ്രായം പറയണം. പക്ഷെ ആ അഭിപ്രായം തെറ്റല്ലെങ്കിൽ അത് ദീനായി മാറും. തെറ്റല്ലെങ്കിൽ അതെന്താവും? ദീനായി മാറും. തെറ്റാണെങ്കിലോ അപ്പൊ അല്ലാഹു വഹി ഇറക്കും. ആ പറഞ്ഞ ശരിയില്ല, വഹി വരും. ഉദാഹരണം നോക്കിക്കൂടി. ഇപ്പൊ നമുക്കറിയാം ബദർ യുദ്ധം കഴിഞ്ഞല്ലോ. അപ്പൊ 70ഓളം മുശ്രിക്കീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിടിച്ചു. 70ഓളം ബന്ദികൾ എന്ത് ചെയ്തു? പിടിക്കപ്പെട്ടു.
ഇത് ഇസ്ലാമിന് ആദ്യ സംഭവമാണ്. ആ വിഷയത്തിൽ ആയത്തും ഹദീസൊന്നും ഇല്ലല്ലോ. ബന്ദികൾ എന്ത് ചെയ്യണം, യുദ്ധത്തടവുകാർ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ ആയത്തുണ്ട്. ആയത്തിൽ ആദ്യ യുദ്ധം നടക്കല്ലേ, ആദ്യമായിട്ടല്ലേ ബന്ദികൾ വരുന്നേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ ആയത്തുല്ല ഹദീസില്ല, എന്തെങ്കിലും കാട്ടണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം ചോദിച്ചു. നബി എങ്ങനെ ഷൂറ ചെയ്യും? അഭിപ്രായം ചോദിച്ചു. നബിക്കൊരു തീരുമാനമുണ്ട്, എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഒരാൾ വിട്ടയച്ചാല് എന്തെങ്കിലുമൊക്കെ ജസിയ വാങ്ങിയിട്ട് പിന്നെ കപ്പം വാങ്ങിയിട്ട് കഫാറത്ത് വാങ്ങിയിട്ട് എന്ത് ചെയ്താൽ വിട്ടയച്ചാല്. ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞത് വിടാൻ പാടില്ല, ഒക്കത്തിന്റെ തല ശരിയാക്കണം. കാരണം എന്താ വെച്ചാൽ വിട്ടാൽ ബിലി വരും, വിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ഒരു ലോല മനസ്കനാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ തന്നെ നബി. പക്ഷെ ഉമർ അങ്ങനല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ അഭിപ്രായം സ്വീകരിച്ചു? അബൂബക്കർ സിദ്ദീഖിന്റെ അഭിപ്രായം. ഈ സ്വീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നബിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇജ്തിഹാദ്. പക്ഷേ അത് വിട്ട് അയച്ച ഉടനെ ആയത്ത് വന്നു. എന്താ ആയത്ത്? അങ്ങോട്ട് മുമ്പുള്ള വഹി ഉണ്ടല്ലോ. എന്താ വഹി? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു മനുഷ്യനെയും അല്ലാഹ് ഒരു കാര്യം നിർബന്ധിക്കില്ല അവന് കഴിയുന്നതല്ലാതെ. അപ്പൊ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി അവിടെ എന്ത് ചെയ്ത് നോമ്പൊരിക്കാൻ പറഞ്ഞത്. അല്ല അപ്പൊ നോമ്പൊരിക്കാൻ പറഞ്ഞ ജിബിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പറഞ്ഞത് വഹിയല്ലേ, ആ പറഞ്ഞത് വഹിയല്ലേ, വഹിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നവ ഉന്തിർക്കും വഹി എന്ന് പറഞ്ഞാൽ, ഞാൻ ദീനിന്റെ എന്ത് കാര്യം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും അതെന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഉന്നമ എന്ന് പറഞ്ഞാൽ മാത്രം നടന്നു. വഹിയല്ലാത്ത ഒന്നും ദീനിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യൂല, പറയില്ല. അത് വിട്ടയച്ച് പൈസ വാങ്ങിയിട്ട് വിട്ടയച്ച ആൾക്കാരുണ്ട്. ഇനി അതല്ല, പൈസ ഇല്ലാത്തവരോട് മദീനത്തെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന ഷർത്തിൽ വിട്ടയച്ച ആൾക്കാരുണ്ട്. പല നിബന്ധനയിലുണ്ട്. പൈസ ഉള്ളവരോട് പൈസ വാങ്ങി, അതല്ലാത്തവരോട് ഈ പിന്നെ കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വിട്ടയച്ചു. അപ്പൊ ദീനിന്റെ എന്ത് കാര്യങ്ങളും പ്രവാചകൻ പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഗൗരവം മനസ്സിലാക്കേണ്ട എവിടെ വെച്ചാൽ, ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ പരിഹസിക്കാൻ മുട്ടിക്കൊടുക്കും. അപ്പൊ നമ്മൾ എന്തിനാണ് പരിഹസിക്കണത്? അള്ളാന്റെ വഹീനെയാണ് പരിഹസിക്കണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിനെ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആരെ പരിഹസിക്കണേ? അള്ളാന്റെ വഹീനെ. അള്ളാന്റെ വഹീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംസാരത്തെ, അള്ളാഹുവിന്റെ നിർദ്ദേശത്തെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് റസൂല ഫഖദ് അത്താ അല്ലാഹ് എന്നുള്ള പറയാൻ കാരണം. ആര് റസൂലുള്ളാഹിനെ അനുസരിച്ചോ ഓൻ യഥാർത്ഥത്തിൽ ആരെ അനുസരിച്ചത്? അള്ളാഹിനെ അനുസരിച്ച്. റസൂല ഫഖദ് അത്താ അല്ലാഹ്. അപ്പൊ അതിനർത്ഥം എന്താ? റസൂലുള്ളാഹിനെ ധിക്കരിച്ചാൽ അള്ളാഹിനെ ധിക്കരിച്ചു, റസൂലുള്ളാഹിനെ പരിഹസിച്ചാൽ അള്ളാഹിനെ പരിഹസിച്ചു. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള കാര്യത്തെ പരിഹസിച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യത്തെ പരിഹസിക്കണ പോലെയാണ്. അതുകൊണ്ടാണ് സഹാബത്തിനെ വിമർശിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. സഹാബത്തിനെ വിമർശിച്ചപ്പോൾ ഉള്ളത് ആയത്തിറക്കിയത് എന്താണ്? ഖുൽ ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാഹിനെയും റസൂലുള്ളാഹിനെയും അവന്റെ ആയത്തുകളെയുമാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇപ്പൊ സഹാബത്ത് ഇതിലൊക്കെ പെട്ട. ഇതിന്റെ ഈ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ദീന് എന്നത് അള്ളാഹുവിന്റെ വഹിയാണ്. അത് ദീനാവുള്ളൂ. അള്ളാഹിന്റെ വഹി ഉണ്ടെങ്കിൽ അത് എന്താവുള്ളൂ? ദീനാവും. അള്ളാഹിന്റെ വഹി ഉള്ളതെല്ലാം എന്താണ്? ദീനാണ്. എന്നാൽ വഹി ഇല്ലാത്ത കുറെ സംഗതികൾ ഉണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യമാരോട് സംസാരിച്ചിട്ടുണ്ടാവും, കച്ചവടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവും, ഇന്ന് എത്ര വില വെച്ചിട്ടുണ്ടാവും, ഇനി അങ്ങോട്ടാ പോണ വെച്ചിട്ടുണ്ടാവും. അതിനൊക്കെ വഹിയാണോ? ഒക്കെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്, ശരിയല്ലേ? പക്ഷെ ദുനിയാവിന്റെ കാര്യങ്ങളും എന്തിനെതിരാകാൻ പാടില്ല? വഹീനെതിരാകാൻ പാടില്ല, ദീനിനെതിരാകാൻ പാടില്ല, ശരി. ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിന് ഇബാദത്തുണ്ട്, മുആമലത്ത്, രണ്ട് കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇബാദത്ത്, രണ്ട് മുആമലാത്ത്. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ അടിമകളും തമ്മിലുള്ള ബന്ധാണെന്ത്? ഇബാദത്ത്. ഈ ഇബാദത്തിന് തെളിവുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇബാദത്ത് തെളിവുള്ളത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റും. അതേസമയം മുആമലാത്ത് എന്ന് പറയും മനുഷ്യന്മാർ തമ്മിലുള്ളത്. മനുഷ്യന്മാർ തമ്മിലുള്ള കച്ചവടം. ഇപ്പൊ മൊബൈൽ കച്ചവടം ചെയ്യാൻ പറ്റുമോ? 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 ആയത്തെ ഹദീസ് ഉണ്ടോ? ഉണ്ടാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊബൈൽ കച്ചവടം ചെയ്തണോ?
മൊബൈൽ കച്ചവടം ചെയ്യുന്ന ആയത്തുണ്ടാവും, അതിന് ആയത്തിന്റെ ആവശ്യമില്ല. കാരണം മനുഷ്യന്മാർ തമ്മിലുള്ള. അതേ സമയത്ത് കള്ള് കച്ചവടം ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? അത് അള്ളാഹ് ഹറാമാക്കിയെന്ന് പിന്നെ വ്യക്തമായ നെസ്സുണ്ട്, വ്യക്തമായ തെളിവുള്ളത്. നമുക്ക് എന്ത് പാടില്ല. അതേ സമയത്ത് ഇബാദത്ത്, ഒരാൾ പറയണ ഇശാ-മഗ്‌രിബിന്റെ ഇടയിൽ ഒരു 4 റക്അത്ത് നിസ്കാരമുണ്ട്, ഇശാ-മഗ്‌രിബിന്റെ ഇടയിൽ ഒരു 4 റക്അത്ത് നിസ്കാരമുണ്ട്, അല്ലെങ്കിൽ 10 റക്അത്ത് തസ്ബീഹ് നിസ്കാരമുണ്ട്, അല്ലെങ്കിൽ വേറെന്ത് നിസ്കാരമുണ്ട്. ഈ നിസ്കാരം ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ പറ്റില്ല. അതിന് തെളിവാണ്. എന്തുവേണം? തെളിവാണ്. അപ്പൊ ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. മുആമലാത്ത് തെളിവ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആമലാത്ത് ആയിക്കോട്ടെ, ദീനി ആയിക്കോട്ടെ, ദുനിയാവിന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഉണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ കോഴി തിന്നിട്ടുണ്ട്. അപ്പൊ കോഴി തിന്നത് സുന്നത്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴി തിന്നിട്ടുണ്ട്, ചിക്കൻ, മന്തി ഒന്നും ഉണ്ടാവില്ല, ചിക്കൻ തിന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾ പറയും ഞാൻ ചിക്കൻ തിന്നിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിരിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ സുന്നത്തില്ല. അതേസമയത്ത് നബി പറയാണ് നിങ്ങൾ എന്ത് ചെയ്തോളി, ചിക്കൻ തിന്നോളി എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഏതുപോലെ നിങ്ങൾ സംസം കുടിക്കണം, അതുപോലെ തന്നെ അജ്വാക്കാരക്കന്റെ മഹത്വം റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നബി പറഞ്ഞതാണ്. അപ്പൊ അതെന്താവും? സുന്നത്താവും. അത് എല്ലാ അമ്പിയാക്കന്മാരുടെയും ഒരു ചര്യയാണ് ആട് നോക്കുക. ആട് നോക്കുമ്പോൾ എന്താ വെച്ചാല് മനുഷ്യന്റെ ആ കിബിറുന്തൊക്കെ ചിലപ്പോൾ ഒന്ന് പിന്നെ ഒന്നങ്ങോട്ട് ഒതുങ്ങും. ഒരിക്കലും ട്രെയിനിങ് ആണ്. അതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആടൊരു ബർക്കത്തുള്ള ജീവിയാണ്. ആടെന്ന് പറഞ്ഞാൽ ഒരു ബർക്കത്തുള്ള ജീവിയാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറില്ല. അത് നോക്കാൻ കഴിയാത്തവനും ആ സുന്നത്ത് എടുത്തേണ്ട ഇടങ്ങാറും വേണ്ടട്ടോ. അത് കുറച്ച് ദിവസമല്ലേ, 2 മാസമല്ലേ, അത് കഴിഞ്ഞ കൂട്ടിപ്പോയി. അതായത് ആട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ടില്ല, അമ്പിയാക്കന്മാരും ആട് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ആട് നോക്കാൻ കഴിയുന്നവർക്ക് വേണമെങ്കിൽ ആട് നോക്കാം. നബി നോക്കിയിരുന്നവർക്ക് നമ്മൾ തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ ഒരാള് പിന്നെ ബാക്കിയുള്ള എല്ലാ സുന്നത്തും ഒഴിവാക്കിക്കാണ്ട് ഈ ആട് നോക്കാൻ മാത്രം സുന്നത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കയ്യാണ് ചെയ്തോട്ടെ, ബാക്കിയുള്ള സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ കഴിയെങ്കിൽ നമ്മൾ വിമർശിക്കണമെന്നില്ല, പോട്ടെ. ഞാൻ പറഞ്ഞ റസൂൽ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പൊ ദീനിന്റെ ഒരു വഹീനെ നമ്മൾ പരീക്ഷിച്ചാൽ നമ്മൾ ദീനിനെ പരീക്ഷിച്ചു. ഇപ്പൊ ഖുർആനിൽ ഒരു ആയത്തിനെ ഒരു നിഷേധിക്കുകയാണ്, നമ്മൾ എന്താ പറയാ? നമ്മൾ ഖുർആൻ നിഷേധിച്ചെന്നല്ല പറയാം. ഇപ്പൊ ഒരാൾ പറയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇതാണ് ഇപ്പൊ എല്ലാത്തിൻ്റെയും കുഴപ്പം. മുജാഹിദും ജമാഅത്തും സമസ്തയും ഒക്കെ പാടെ കെട്ടിമറിഞ്ഞപ്പോ ഈ ആയത്തെ ഒഴിവാക്കിയാൽ ബാക്കിയാൽ നമുക്കൊക്കെ സേഫാണല്ലോ. ഇപ്പൊ KNM ആണെങ്കിലും വിസ്താണെങ്കിലും സമസ്തയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി എല്ലാവരും ഇടങ്ങേറാണപ്പോ ഇയ്യാക നഅ്ബുദു. നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാവർക്കും കൂടി കൂട്ടിയിട്ട് ആണ് മാറ്റിവെക്കുക. ബാക്കിയെല്ലാം കൂടി നമുക്ക് ഐക്യപ്പെടുക. എങ്ങനെ ഉണ്ടാവും? നമ്മളെല്ലാവരും എന്താവും? ഖുർആൻ നിഷേധികളാവും. ഖുർആൻ നിഷേധിച്ചില്ലേ? അപ്പൊ ദീനിന്റെ ഒരു വഹീനെ നിഷേധിച്ചാൽ തന്നെ അള്ളാഹിന്റെ ഒരു വഹീനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ബോധം ശരിക്ക് നമുക്കുണ്ടാവും. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാല് ആളുകളും വിചാരിക്കും ഇപ്പൊ ഖുർആനില് പിന്നെ പക്ഷെ ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടെങ്കിൽ ഹദീസല്ലേ എന്നാ. അപ്പൊ ചില ആളുകൾ ട്രെൻഡ് അങ്ങനെയാണ്. എന്നാൽ ഖുർആനിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഹദീസല്ലേ ഉണ്ടാൻ പാടില്ല. ഹദീസല്ലേ എന്നുള്ള ചോദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഹദീസാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നമ ഉന്തിർക്കും ബിൽ വഹി. ഈ ആയത്ത് നമ്മൾ കാണാൻ പഠിച്ചൊക്കെ ഉണ്ടോ? ഖുൽ ഇന്നമ ഉന്തിർക്കും ബിൽ വഹി. വഹി അത് ഹദീസ് എന്ന് പറയില്ല. സംസ്കാരം ഇല്ല, ശരിപ്പെട്ടില്ല. അതായത് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരുപാട് സംഗതികൾ പിന്നെ ദുർബലമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈഫ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വൈഫ് ഹദീസിനെ പറ്റിയല്ല, അത് നബിന്റെ ഹദീസെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രവാചകന്റെ പേരിൽ കെട്ടി പറയപ്പെട്ടതാണെങ്കിൽ ഏതായാലും പറയാൻ പറ്റില്ല. വൈഫ് ഹദീസ് പറയുന്നുണ്ട് മൻ അക്കല മത്തി ഫഹുവിനും മത്തി എന്നൊക്കെ ഉണ്ട്. അത് മത്തി കച്ചവടക്കാരൻ മത്തില്ലാതായപ്പോഴേ മൻ അക്കല മത്തി ഫഹുമിനും മത്തി എന്ന് അങ്ങനെ പറയുന്ന ഹദീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ പണ്ഡിതന്മാരും വൈഫാന്നുള്ളത് മൗദൂഅന്നുള്ളതൊക്കെ പിന്നെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗം.
ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ യസ്മഉ സുമ്മു ദുആ, വലാ യസ്മഉ ഒരിക്കലും കേൾക്കുകയില്ല, സുമ്മ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവൻ. ചെവി കേൾക്കാത്തവൻ ഒരിക്കലും കേൾക്കുകയില്ല. എന്ത് കേൾക്കുകയില്ല? അദ്ദുആ, പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് ഉദ്ദേശം ഇവിടെ. ഇവിടെ എന്താ വെച്ചാല് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ പല വിശദീകരണം ഏതാണ്? ഇദാമ യുൻദറുൻ, എന്തെങ്കിലും കേൾക്കില്ല, അവർക്ക് താക്കീത് നൽകപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് താക്കീത് നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചാൽ ആ വിളി എന്ത് ചെയ്യൂല? അവർ കേൾക്കുകയില്ല. അവർ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അവർ വിളിക്കുന്നത് ഒന്നുകിൽ ആരെയായിരിക്കും? മരിച്ചോരിക്കാറ്, അവർക്ക് അത് ഏതും കേൾക്കാൻ കഴിയില്ലല്ലോ. ഇനി ജീവിച്ചിരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുന്നറിയിപ്പ് നൽകാത്ത ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കണം അറിയണം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചാൽ അവരിതിങ്ങനെ എന്താണ് സുമ്മും ബുക്കുമും അമ്യും ഫൗംലാ യുസ്റൂൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ കേൾക്കുന്നില്ല. അതായത് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വാപ്പാരന്മാരൊക്കെ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓൻ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഓൻ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കൂല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒച്ച കേട്ടില്ല എന്നല്ല, പിന്നെന്താണ്? ഓനെ കേട്ടിട്ടുണ്ടെന്നില്ല അറിയുമ്പോൾ. കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടണമെന്നല്ല അർത്ഥം. പിന്നെന്താ? നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യില്ല, ഓന് ശ്രദ്ധിക്കണില്ല, ഗൗനിക്കണില്ല. അപ്പൊ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് ഒരു ചെവി കേൾക്കാത്തവൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളോട് പുറം തിരിഞ്ഞു നിൽക്കുന്നവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യൂല? ഒരു മുന്നറിയിപ്പ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. സവാവുൻ എന്താ ശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ തുടക്കത്തിലുണ്ടല്ലോ, സവാവുൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും, അവർക്ക് നബിയെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുത്താലും പാടില്ല, ഇനി കൊടുത്തില്ലെങ്കിലും പാടില്ല, അവരൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ ഒരിക്കലും സുമ്മ് അഥവാ ചെവി കേൾക്കാത്ത മനുഷ്യൻ ഒരിക്കലും ഒരു മനുഷ്യന്റെ വിളി കേൾക്കുകയില്ല. അപ്പൊ ഒന്നുകിൽ ഖൽബിൽ അവന്റെ ഹൃദയത്തിൽ അന്ധത ബാധിച്ചിട്ടുണ്ടാകും. ഇനി അതല്ല ഒരു ചെവി പൊട്ടൻ ചെവി കേൾക്കില്ല എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെവി കേൾക്കാത്തവൻ ചെവി കേൾക്കൂല എന്നുള്ള രായത്തിറക്കേണ്ടതുണ്ടോ ഖുർആനില്? എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? ഇവിടെ ഏത് ചെവി പൊട്ടനെ പറ്റിയല്ല പറഞ്ഞത്? യഥാർത്ഥ ചെവി കേൾക്കാത്തവനെ പറ്റിയല്ല. അതായത് ഇദാമ യുൻദറു എന്ന് പറഞ്ഞ അവർക്ക് താക്കീത് നൽകപ്പെട്ടാൽ അതിൽ നിന്ന് ചെവി തിരിച്ചു കളയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനെന്ത് ചെയ്യാൻ കഴിയില്ല? ഈ മുന്നറിയിപ്പ് കേൾക്കാനോ അത് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അപ്പൊ നബിയെ നിങ്ങൾ വഹയിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പക്ഷെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വഹിയാണ്, സ്വീകരിക്കേണ്ടതാണ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കി ആളുകൾ അനുസരിച്ച് കൊണ്ട് എന്തുണ്ടാവില്ല, പല ആളുകളും ശ്രദ്ധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, നിങ്ങൾ ഖുർആൻ ഓതിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് നല്ലോണം ശ്രദ്ധിക്കണം, അതിലേക്ക് വേഗത്തിൽ വരികയും വേണം. മാത്രമല്ല സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാന്റെ വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം പറഞ്ഞു കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെല്ലാം സുമ്മും ബുക്കും ആയിട്ട് സുമ്മുൻ ഉമ്യാൻ, അതായത് ചെവി കേൾക്കാത്തവരായിക്കൊണ്ട് അതിലൂടെ അവർ കടന്നു പോവുകയില്ല. എന്നാൽ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കും അവർ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വലഇൻ മസ്സത്തുഹും നഫ്ഹത്തും മിൻ അദാബി റബ്ബിക. വലഇൻ മസ്സത്തുഹും, മസ്സ എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്നർത്ഥം, ശരിക്കും മസ്സ തൊടുക എന്നർത്ഥം. അപ്പോൾ വലഇൻ മസ്സത്തുഹും അവർക്ക് സ്പർശനമുണ്ടായാൽ, അവർക്ക് തൊട്ടാൽ, നഫ്ഹത്തും മിനൽ അദാബ്, നഫ്ഹത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ജുസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗം. നഫ്ഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചെറിയതായിട്ട് നഫ്ഹ റജുൽ ബിരിജിലിഹി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചവിട്ട് കൊടുക്കണേന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ബാധിക്കാം. അപ്പൊ നഫ്ഹത്തും മിൻ അദാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ അദാബിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ കാറ്റ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഭാഗം അവർക്ക് വന്നു കഴിഞ്ഞാൽ ലയഖൂലുന്ന, ഇവർ പറയും, എന്താ പറയാ? യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്ന ളാലിമീൻ. അപ്പൊ അള്ളാഹുവിന്റെ അദാബ് കൊണ്ട് വരുന്നോളൂ ഈ ഇതുണ്ടാവുള്ളൂ. ഏത്? അശ്രദ്ധ. അള്ളാഹിന്റെ അദാബ് കൊണ്ട് നേർക്കുനേരെ കണ്ടാൽ പിന്നെ അശ്രദ്ധ ഒന്നുണ്ടാവും. അപ്പൊ ശരിക്കും ബോധ്യമാകും. എന്താ ബോധ്യമാകുക? ഇന്നാ കുന്ന ളാലിമീൻ എന്നപ്പോ ബോധ്യമാകും.
അപ്പൊ അത് വലിയ അദാബ് എന്ന് പറയും. അതാ അള്ളാഹ് പറഞ്ഞത് വലൈൻ മസ്സത്തുഹും നഫ്ഹത്തും മിൻ അദാബി റബ്ബിക്കാണ്. നഫ്ഹത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗം, ഒരു ചെറിയൊരു കാറ്റ്, ഇളങ്കാറ്റ് എന്നൊക്കെയാണ് പറയും. അത് നിന്റെ റബ്ബിന്റെ അദാബിന്റെ ചെറിയൊരു കാറ്റ് ഒരു മേത്തൂറിൽ പോയാൽ മതി. അപ്പോത്തിന് ഒരു പറയും യാ വൈലന, പഠിച്ചോന്നെ ഇടങ്ങാറായല്ലോ, യാ വൈല ഞങ്ങളുടെ നാശമേ, അല്ലെങ്കിൽ ഞങ്ങൾ നരകം നിർത്തുന്നുണ്ട്, വൈലും നിറ നരകം നിർത്തുന്നുണ്ട്, ഇതെല്ലാം നാശം നിർത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്ന വാലിമി, ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്നെന്ത് ചെയ്യും അവര് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഓൻ അള്ളാഹ് ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ ഓൻ എന്ത് ചെയ്യും പറക്കും. അതുകൊണ്ടാണല്ലോ എത്ര വലിയവനാണെങ്കിലും അള്ളാഹിന്റെ ചെറിയൊരു പിടുത്തം വരുമ്പോഴേക്കും എന്ത് ചെയ്യും ഏതൊരു വലിയവനും വിറച്ച് കീഴൊതുങ്ങിയിട്ടുണ്ട്. ലോകത്തിപ്പോ ഫിറോനാണെങ്കിലും അതുപോലെ തന്നെ ഏത് വലിയ ഹോദരാജാക്കന്മാരാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എത്ര അഹങ്കാരിയായ മനുഷ്യനാണെങ്കിൽ പോലും അവന്റെ ഒരു നരമ്പ്, തലച്ചോറ്റക്കുള്ള ഒരു നരമ്പാണ് ബ്ലോക്കായാൽ കഴിഞ്ഞില്ല അവന്റെ കഥ. അവൻ നിന്ന നിൽപ്പിലെന്ത് ചെയ്യും അടുക്കും. അവന് ഇനി എത്ര ജിമ്മ് പോയി അവന് 10 മസിലായിട്ട് നടന്നാലും അവന്റെ കഥ അവിടെ അള്ളാഹ്. അപ്പൊ അള്ളാഹ് നഫ്ഹത്തും മിൻ അദാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ അദാബിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അവർക്ക് ബാധിച്ചാൽ പോലും അവർ പറയും ഇന്നാ കുന്ന വാലിമീൻ, ഞങ്ങൾ അക്രമികളായി പോയി, നിങ്ങളുടെ നാശമേ എന്ന് അവർ ആ സമയത്ത് അലമുറയിട്ട് പറയുന്ന അവസ്ഥ ഉണ്ട്. പക്ഷെ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ അദാബ് മുന്നിൽ കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം തൗബ ചെയ്യാനുള്ള സമയം അള്ളാഹു സുബ്ഹാനഹു വ മനുഷ്യന് കൊടുക്കുന്നത് ഒന്നുകിൽ അവന്റെ ഗർഗറത്ത് വരെ, ഗർഗറത്ത് നടത്താ മാലം യുഗർഗിർന്നർ, ആ റൂഹ് തൊണ്ടക്കുരുത്തുമ്പോ ഹർന്നൊരു ശബ്ദം ഉണ്ടാവും, അതുവരെ തൗബ ചെയ്യാനുള്ള സമയമുണ്ട്. അവിടത്തെവന് തൗബയുണ്ട്. അതല്ലെങ്കിൽ പ്രവാചകൻ വിശ്വാസം പറഞ്ഞ വെച്ചാൽ തൗബയുടെ വാതിൽ അടക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. തൗബയുടെ വാതിൽ, അള്ളാഹുടെ തൗബന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കപ്പോ ആ തൗബയുടെ വാതിൽ അടക്കപ്പെടുക എപ്പോഴാ വെച്ചാൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കാം. ഇപ്പൊ സാധാരണ സൂര്യൻ ഉദിക്കല് കേൾക്കുന്നു. അപ്പൊ സൂര്യൻ പടിഞ്ഞാറിന് ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാകും എന്ത് കഴിഞ്ഞ ഖലാസ്, ഇനി എന്തില്ല, രസമില്ല. അപ്പൊ പിന്നെ വിശ്വാസിയായിട്ട് എന്തില്ല, കാര്യമില്ല. അപ്പൊ അതിന്റെ മുമ്പ് ഒന്നുകിൽ മരണമെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പ്. നിങ്ങൾ ആലോചിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയം നീട്ടിത്തന്നേക്കാണ്. അപ്പൊ അതിന്റെ മുമ്പ് ഒരാൾ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. പക്ഷെ അതിന്റെ ഈ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും, വിശ്വസിക്കുന്ന സംശയമൊന്നുമില്ല. മരിക്കണ മലക്കുൽ മൗത്തിന് നേർക്കുനേരാണ് കാണുമ്പോഴേ, നേർക്കുനേരെ കാണുമ്പം ഓനെന്ത് ചെയ്യും, എല്ലാവർക്കും ബോധ്യാകും. അതൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ നിഷേധിച്ച് നടക്കണേ അങ്ങനൊന്നുമില്ല, പരലോകമൊന്നുമില്ല, പരലോകം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ വെച്ച് കാണാന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മലക്കിനെ നേർക്കുനേരണ്ട് കാണൂല്ല മനുഷ്യന്. സ്വദേശം പറഞ്ഞ മദ്ദബസ്വരിഹിന, അവന്റെ കണ്ണിന്റെ കാഴ്ച എത്തുന്ന സ്ഥലത്ത് മലക്കൾ വന്നിരിക്കും. ഇത് നമ്മൾ കാണുന്നില്ല, പക്ഷെ അയാൾ കാണുന്നുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ ചുരുക്കം ആക്സിഡന്റിലൊക്കെ വണ്ടി ഓട്ടുമ്പോൾ ആക്സിഡന്റായി മരിക്കുന്ന ആൾക്കാരില്ലേ, ഉണ്ടാവും. പക്ഷെ അത് അവര് കാണുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടാവും. ഒരു ദിവസം നമ്മൾ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അപ്പോഴായിരിക്കും ആക്സിഡന്റ് ഉണ്ടാകുക. പക്ഷെ അതൊക്കെ അവർക്ക് അനുഭവം ഉണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമില്ലേ, ഒരു സത്യനിഷേധിയായ മനുഷ്യൻ മരിക്കുമ്പോൾ യദ്രിബൂന വജൂഹും വദ്ബാറഹും, മലക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ മുഖത്തും അവന്റെ പിറകിൽ അടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ണാടിച്ച് നോക്കുന്ന കാണോ? ഒരു കാഫർ മരിക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് എന്ത് തോന്നുന്നു? സാധാരണ മനുഷ്യന്മാർ മരിക്കണ തന്നെ തോന്നുള്ളൂ. പക്ഷെ അവൻ അടി കിട്ടുന്നുണ്ട് എന്നുള്ള പറയാണ്. അവന്റെ മുഖത്തും അടി കിട്ടുന്നുണ്ട്, പിറകിൽ അടി കിട്ടുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ കാണില്ല. അപ്പൊ ബർസഖിന്റെ ലോകം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ലോകമാണ്. അപ്പൊ അത് ഏതായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ബോധ്യമാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണ് വലൈൻ മസ്സത്തും നഫ്ഹത്തും മിൻ അദാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ ഒരു അദാബിന്റെ ഒരു ചെറിയ കാറ്റ് അവർക്ക് ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ലയഖൂലുന്ന യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു ചെറിയ ഭാഗം പോലും താങ്ങാൻ മനുഷ്യന് ശക്തി ഇല്ല. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതായത് അള്ളാഹുവിന്റെ അദാബിന്റെ നഫ്ഹത്ത് പോലും ഒരു മനുഷ്യനെന്തില്ല, താങ്ങാൻ ശക്തി ഇല്ല. പിന്നെ അള്ളാഹിന്റെ അദാബ് എങ്ങനെ നമ്മൾ താങ്ങും? അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില ആൾക്കാരെന്താ വെച്ചാല് പിന്നെ ഇപ്പൊ ഇന്നലെ ജാമ്യക്ക് ഒരു പിന്നെ തലശ്ശേരി എന്നുള്ളൊരു കുട്ടീനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അവന് പല ചിന്തകളും ഇങ്ങനെ ഉണ്ട്. പിന്നെ
അപ്പം നമ്മളെ ആളുകൾ ചിന്തിക്കുന്ന ഒരു ഇത് പറയാനാണ് ഞാൻ പറഞ്ഞു. പിന്നെ കാണാനുണ്ട് അവിടുന്ന് പിന്നെ ബസ്സൊക്കെ കയറി ട്രെയിൻ ഓർഡർ തിരിച്ച് വന്നു. അപ്പം എന്നോട് പറഞ്ഞത് വെച്ചാൽ ഇനി പല ടെൻഷനായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയൊക്കെ പല തവണ ചിന്തിച്ചതാണ്. അപ്പോൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആത്മഹത്യ ചെയ്താലും പിന്നെ എനിക്ക് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുമല്ലോ. സത്യവിശ്വാസി ഇപ്പം മൂലയന്മാരൊക്കെ അള്ളാഹു മിനന്നൊക്കെ പ്രാർത്ഥിക്കണ്ടല്ലോ. അപ്പം ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാരെ പ്രാർത്ഥന കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അപ്പം ഞാൻ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല എന്ന്. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാൻ വന്ന്. പിന്നെ വേറെ കുറേ സംശയങ്ങളുണ്ട്. പറഞ്ഞ വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞെടുത്ത് അൽഹംദുലില്ലാ. അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ പിന്നെ കുറച്ചൊക്കെ തെറ്റ് ചെയ്താലും പിന്നെ കുറച്ച് കാലം നരകത്ത് കിടന്നാലും എന്ത് ചെയ്യും? ആട് കഴിച്ചിലായി പോകില്ല. നമുക്ക് എന്തുണ്ട്? തൗഹീദുണ്ട്. അങ്ങനെ വിശ്വസിക്കൽ തന്നെ, അതായത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്യാൻ തന്നെ തെറ്റാണ്. അള്ളാഹു എനിക്ക് പുറത്തു തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് അബദ്ധത്തിൽ വന്നു പോകുന്നു, അല്ലെങ്കിൽ യാദൃച്ഛികമായി വന്നു പോകുന്നതാണ്. ഒരു നിങ്ങൾ ആലോചിച്ച്, നമ്മൾ വണ്ടി ഓട്ടുമ്പം ഒരാൾക്ക് വണ്ടി തെറ്റിയാൽ മരിച്ച് ഞങ്ങളതുമില്ല. അതേസമയത്ത് നമ്മൾ മനഃപൂർവ്വമാണ് കൊന്നാലോ അത് രണ്ടും വ്യത്യാസമില്ല. രണ്ടും ഒരേ പണി ഒന്ന് തന്നെയാണ്. പണി എന്താണ്? രണ്ടൊന്നാ. പക്ഷെ നിയത്ത് എന്തുണ്ട്? മാറ്റണ്ടേ? ഇത് വണ്ടി ഇടിച്ചോണ്ട് കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഇടിപ്പിച്ചതും അബദ്ധത്തിൽ വണ്ടി ഇടിച്ചതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പക്ഷെ കാണുമ്പോൾ രണ്ടൊന്നേക്കാരം, പക്ഷെ നിയത്ത് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് അള്ളാഹു എനിക്ക് അതൊക്കെ പുറത്തു തരുമല്ലോ എന്ന് വിചാരിച്ച് അള്ള പുറത്തു തരും ഇൻഷാ അള്ളാ. പക്ഷെ അള്ള പുറത്തു തരുന്ന ആർക്ക് മാത്രമാണ്? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതാർക്കെന്ന് അള്ളാഹ്ക്ക് അറിയണം. കാരണം ഓൻ്റെ ഇഖ്ലാസും ഓൻ്റെ അമലും ഓൻ്റെ സാഹചര്യവും ഓൻ്റെ വയസ്സും ഓൻ്റെ ഇൽമും ഓൻ്റെ എല്ലാം നോക്കിയിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്യുക അവിടെ താക്കുക. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു നഫ്ഹത്തും മിനൽ അദാബ് പോലും ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയൂല, സഹിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അദാബിനെ ഒരിക്കലും ചെറുതാക്കി കാണാൻ പാടില്ല. നരകം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സൂഫികളായിട്ടുള്ള ആളുകൾ ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ നരകം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, സ്വർഗം അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ചില സൂഫികൾ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പോണില്ല, ഞാൻ എടുക്കാൻ പോണ് നരകത്തിൽ പോവാണ്. ഇതൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചാട്ടോ, മലയാളത്തിലുള്ള കിതാബ് പറഞ്ഞു. അപ്പോ പിന്നെ എന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞു സ്വർഗത്തിലുള്ളവരെക്കാൾ കൂടുതൽ മഹത്വമുള്ളവർ നരകത്തിലുണ്ടാവും. ഒക്കെ മലയാളത്തിലാണ് പറഞ്ഞു. ഇതൊക്കെ നരകം നേർക്കുനേരണ്ട് കാണാത്തതിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അള്ളാന്റെ ഖുറാനും സുന്നത്തുനിന്ന് പഠിക്കാത്തതിന്റെ കുഴപ്പം. അള്ളാന്റെ ഈ ഖുറാൻ ഒരിട്ടം വായിച്ചാൽ മതി. അള്ളാന്റെ ഖുറാൻ ഒരിട്ടം വായിച്ചാൽ തന്നെ ഓനി വാചകം എന്ത് ചെയ്യില്ല, പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നരകത്തിന്റെ ജ്വാലകളെ സംബന്ധിച്ച് പറഞ്ഞ തന്നെ ജിമാലത്തും സുഫർന്ന വലിയ ഒട്ടകക്കൂട്ടങ്ങൾ വരുന്ന പോലെയൊക്കെ അതിന്റെ ഒരു തീന്റെ നമ്മളിപ്പോ പിന്നെ ഇതൊക്കെ കത്തിച്ചാൽ അതിന്റെ പൊരി പറയില്ലേ, തീന്റെ പൊരി പറയില്ലേ, നമ്മൾ ബെൽഡൊക്കെ കഴിയുമ്പോൾ തീന്റെ ആ തീന്റെ പൊരിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വെച്ചാൽ നരകത്തിന്റെ പൊരിയെ സംബന്ധിച്ച് വലിയ ഒട്ടകക്കൂട്ടങ്ങളെ സംബന്ധിച്ച് ഇതുപോലെ മഞ്ഞ കളർ ഉണ്ടായിരിക്കുന്ന അതൊരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്തിൻ്റെയും അപ്പുറത്താണ് നരകം. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ നഫ്ഹത്തുൻ മിൻ അദാബി റബ്ബിക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത മനുഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അദാബ് വരികയാണെങ്കിൽ വന്നോട്ടെ, അല്ലെങ്കിൽ അദാബിൻ്റെ ശിക്ഷ വരികയാണെങ്കിൽ അതൊക്കെ അവിടെ എത്തുമ്പോൾ നോക്കാം എന്നൊക്കെ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈമാൻ്റെ വലിയ കുറവാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മെല്ലാം അവൻ്റെ എല്ലാ അദാബിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉണ്ട് എന്നുവെച്ചാൽ ഓരോരുത്തരെ ശൈത്താൻ ചിന്ത കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അതായത് പിശാച് ഓൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണെന്ത്, ഇത് ചെയ്തോ കുഴപ്പമില്ല, അനക്കെന്ത് ചെയ്യാ, ദുനിയാവൊന്നും കഴിച്ചിലാകാം പരലോകത്തും കഴിച്ചിലാകാന്ന് ശൈത്താൻ എന്ത് ചെയ്യാണ്, ഓരോരുത്തർ വഴി തെറ്റിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് ഇപ്പൊ ഈ ആത്മഹത്യക്ക് പറ്റും ആത്മഹത്യ ചെയ്ത അയാൾ കാഫറായി പോണില്ല, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം, അവർ മുസ്ലിം തന്നെയാണ്. അത് അഹ്ലുസുന്നന്റെ വിശ്വാസം എന്ന് വെച്ചാൽ ഒരാൾ വൻപാപം ചെയ്താൽ പോലും അയാൾ ഇസ്ലാമിൽ എന്ത് ചെയ്യില്ല, പുറത്താവില്ല. പക്ഷെ ആരും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നബി നിസ്കരിക്കില്ല. നബി പറയും സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ എന്ത് ചെയ്തോളി
നിങ്ങളെ സഹോദരി നിസ്കരിച്ചു. അപ്പം നബി നിസ്കരിക്കാതിരിക്കണം എന്താ വെച്ചാൽ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കാനാണ്. അതായത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും നിസ്കരിക്കൂല. നബിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? നബി ശഫാഅത്ത് കിട്ടൂലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് നബി പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉണ്ടാവില്ലേ? അപ്പൊ ആ നബിന്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടൂല എന്നുള്ളത് ആർക്ക് മനസ്സിലാക്കുന്ന ഒരു മെസ്സേജ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എങ്ങനെ അത് എല്ലാവരും മാറിക്കാൻ പാടില്ല. സമൂഹത്തിൽ മാറി നിന്നാൽ അയാൾ മൂപ്പര് സ്കെച്ചില്ല കേട്ടോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. ഓ സ്കെച്ചില്ല എന്താ അവിടെ എന്നുണ്ടാണെങ്കിൽ പറ്റില്ല. അതേപോലെ ശിക്ഷ എങ്ങനെയാണോ ഒരാൾ ആത്മഹത്യ ചെയ്ത് ദുനിയാവിൽ, അതേപോലെ ശിക്ഷ പരലോകത്തെന്തുണ്ടാവും, അയാൾക്ക് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ശരിക്കും ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ വിചാരിക്കുക വെച്ചാൽ ഇവിടെ നിന്ന് കഴിച്ചിലായി പോകുന്നു. കഴിച്ചിലായാലും കുടുങ്ങാണ്. കാരണം ഈ ഓനെ കൊണ്ട് മാത്രമല്ല ബാക്കിയുള്ളവനെ കൂടി കുടുങ്ങാണ്. അത് ഇബ്ലീസിന്റെ പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ടൊക്കെ മുസ്ലിം സമുദായത്തിൽ ഈ സൂസൈഡ് ആത്മഹത്യ ഇല്ലല്ലോ, എവിടെയും കേട്ടിട്ടില്ലല്ലോ. മാപ്പിളാർ ആത്മഹത്യ ചെയ്യും, അതൊക്കെ ഏതെങ്കിലും ആ മുസ്ലിങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾ പരീക്ഷയെ തോറ്റാൽ കയറെടുത്ത് ബാപ്പ ചീത്തറിഞ്ഞു. നമുക്ക് എനിക്കറിയുന്ന ഏറ്റവും അടുത്ത പിന്നെ നമ്മളെ പള്ളി വരുന്നൊരു കുട്ടി മരിച്ചു. ബാപ്പ ചീത്തറിഞ്ഞാണ്. വീടിൻ്റെ ടെറസ് ഇവിടെ മുകളിൽ പോയി, വാപ്പാടിയിൽ മുകളിലാണ്, മുകളിൽ പോയി ആത്മഹത്യ ചെയ്തു. നല്ല കുറച്ചും പുറത്തിറങ്ങി ചെറിയ കുട്ടി, 13 വയസ്സുള്ള കുട്ടികൾ ആലോചിച്ചു. അതായത് ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഗൗരവം നമ്മളെ കുട്ടിയൊക്കെ അറിയില്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇത് റീലിങ്ങനെ കാണില്ല, ഇതിങ്ങനെ ഇതാണ് ജീവിതം എന്ന് വെച്ചേക്കാണ് നമ്മളാൾക്കാർ. അതായത് ഇപ്പം ഈ റീൽസും അതുപോലെ തന്നെ പിന്നെ ഷോർട്സും ഇതൊക്കെയാണ് ഇപ്പോൾ ജീവിതം എന്നാണ് നമ്മളാൾക്കാർ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു വില എത്രയാണ്. എൻ്റെ ന്യൂസ് കണ്ടിരിക്കേ റീൽസ് കണ്ടിരിക്കുന്നത് വിധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയമായി. നമ്മുടെ ഓരോ സുമ്മലത്ത് അലുന്ന യോമീദിൻ അലിനായും വക്തൊരു ഞാമത്താണല്ലോ. അപ്പം നല്ല കാര്യങ്ങൾ എപ്പോഴെങ്കിലൊക്കെ മടുപ്പ് വരുമ്പം 1-2 റീൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റീൽസും ഷോർട്സൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ദീനിയായിട്ട് തന്നെ ഒരുപാട് റീൽസുകളുണ്ട്, അത് വേറുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കാർ കാണുന്നുണ്ടാവില്ല. ഇപ്പോഴത്തെ റീൽസും ഷോർട്സും എന്നൊക്കെ പറഞ്ഞാൽ അധികവും എന്തെന്നെ ആയിരിക്കും, തോന്നിയാസത്തിൻ്റെ ആയിരിക്കും. അതിനാണ് ആൾ കൂടുതൽ കാണുന്നുണ്ടാവും. കാരണം നിങ്ങൾ ആലോചിച്ച് ഇബ്ലീസ് മനസ്സിന് പോയി തെറ്റി. മറ്റെന്താ വെച്ചാൽ തോന്നിയാസം കാണാൻ കുറേ സമയം വേണ്ട. ഇപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ തോന്നിയാസം. ഇതൊക്കെ ഇബ്ലീസ് ഇന്ന ഷെയ്ത്താനല്ലേ എന്നത് പറഞ്ഞില്ലേ, ഷെയ്ത്താൻ അങ്ങനെ വഹി കൊടുക്കണം. അള്ളാഹു നമ്മെ നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു ഗൗരവം. അതാണ് കൊടുത്താൽ ആത്മഹത്യയും കൊടുക്കാൻ ആത്മഹത്യയും. ഇപ്പം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം നിങ്ങൾ ആലോചിച്ചേക്ക് ഈ ഫോൺ വന്നതോടെയുള്ള ദുരന്തം, അന്ന് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം കുറഞ്ഞു. ഇപ്പൊ 2 ആൾ അടുത്തിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു അങ്ങനെ ഓർമ്മശക്തി ഏതായാലും കുറഞ്ഞ്. പിന്നെ ഇപ്പൊ ട്രെയിനിൽ പോലും 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്താൽ പോലും ഒന്ന് സംസാരിക്കണില്ലല്ലോ. ഒന്ന് വെച്ചാൽ ഓൻ്റെ ചെവിയിൽ ഇതുണ്ടാവും, ഓൻ വേറെ ഏതോ ലോകത്തേക്കാരോ, മറ്റോൻ തോണ്ടി ഓൻ വേറെ ഏതോ ലോകത്തേക്കാരോ. മനുഷ്യന്മാർ തമ്മിൽ ബന്ധങ്ങൾ കുറഞ്ഞ്. ഈ പണ്ടൊക്കെ നമ്മൾ കല്യാണം സ്വന്തം പെരി എന്ന് പറഞ്ഞ പോവോ പെരിയിൽ മാത്രമല്ല, റോട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ പോവില്ല. എൻ്റെ പെരി എന്ന് പറഞ്ഞില്ല. ഇപ്പൊ പെരിന്ന് വരുമ്പോൾ മാത്രമല്ല ഇന്നോട് പറഞ്ഞില്ല, വാപ്പാനോട് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. പണ്ടൊക്കെ അങ്ങനെയാണ്. കാരണം ഇന്നോട് പേഴ്സണായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ വാപ്പാനോട് പറഞ്ഞാൽ തന്നെ ഏറെ എല്ലാവരും ബന്ധങ്ങൾ കുറഞ്ഞു, മനുഷ്യന്മാർ തമ്മിലുള്ള കണക്ഷനുകൾ കുറഞ്ഞു. ഇൻഷാല്ലാഹ് പറയണമെങ്കിൽ കുറേ പേരുണ്ട്. അള്ളാഹു എൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ ദീനിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടു എന്നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈഹി. അസ്സലാമു അലൈക്കും.